ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HS ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രി ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എക്സാം ഡേറ്റ് ഏകദേശം വന്നു. ഓഗസ്റ്റ് 6-നാണ് എക്സാം. ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആവർത്തന പട്ടികയിൽ നിന്നാണ്. പീരിയോഡിക് ടേബിൾ ആണ് നമ്മളുടെ കെമിസ്ട്രിയുടെ ബേസിക്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് PSCയുടെ എക്സാമിലെ റാങ്ക് ലിസ്റ്റിൽ കയറി സാധിക്കുള്ളൂ. അത് തന്നെ വളരെ നല്ല റാങ്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ജോലി കിട്ടും എന്ന് ഉറപ്പിച്ച് പറയാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക. ഇനിയുള്ള ഒരു 60 ദിവസം നന്നായിട്ട് ഈ എക്സാമിന് വേണ്ടി പരിശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് പീരിയോഡിക് ടേബിൾ നിർമ്മിച്ചത് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി മെൻഡലിയേവ് ആണ്. 1869-ലാണ് തയ്യാറാക്കിയത്. അതിനു മുൻപ് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പല പല രീതിയിൽ തരംതിരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ, അതായത് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ അവയെ വേർതിരിച്ചത് ദിമിത്രി മെൻഡലിയേവ് ആയിരുന്നു. മെൻഡലിയേവിന്റെ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡുകളും 8 ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വിലങ്ങനെയുള്ള കോളങ്ങളെയാണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഒരുപാട് മൂലകങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങളെയെല്ലാം പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ പീരിയോഡിക് ടേബിളിന് കുറച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടിക തയ്യാറാക്കിയത്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പുതിയ പീരിയോഡിക് ടേബിള് മോസ്ലി തയ്യാറാക്കിയത്. മെൻഡലിയേവിന്റെ പീരിയോഡിക് ടേബിളിൽ ചില മൂലകങ്ങളുടെ അറ്റോമിക മാസിൽ വന്ന വ്യത്യാസം മൂലം പിന്നീട് അവയ്ക്ക് ഒരു പ്ലേസ് കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് ഹെൻറി അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. ഇത് മാത്രമല്ല, അതിന്റെ ഇലക്ട്രോൺ വിന്യാസവും ഇതിൽ ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഹെൻറിയുടെ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പും 7 പീരീഡും തന്നെയാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലി ലോഹങ്ങളാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കലി എർത്ത് ലോഹങ്ങളാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് സംക്രമണ മൂലകങ്ങളാണ്. 13-ാം ഗ്രൂപ്പ് ബോറോൺ, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ, 17 ഹാലജൻ. 18-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അലസവാതകങ്ങളാണ്, അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസസ് എന്നൊക്കെ പറയും. ഏറ്റവും സ്ഥിരത കൂടിയ മൂലകങ്ങളാണ് ഈ 18-ാം ഗ്രൂപ്പിൽ ഉള്ളത്. പിന്നെ 7 പീരീഡാണ് ഉള്ള. ഈ 7 പീരീഡിൽ ഉള്ള മൂലകങ്ങളെല്ലാം അതിൻ്റെ അറ്റോമിക നമ്പർ കൂടി വരുന്ന ഓർഡറിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഒന്നാമത്തെ പീരീഡിൽ ആകെ 2 മൂലകങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒന്ന് ഹൈഡ്രജനും പിന്നെ ഒന്ന് ഹീലിയവും. രണ്ടാമത്തെ പീരീഡിലാണെങ്കിൽ ലിഥിയം മുതൽ നിയോൺ വരെയുള്ള 8 മൂലകങ്ങളാണ് ഉള്ളത്. 3-ാം പീരീഡിൽ സോഡിയം മുതൽ ആർഗൺ വരെയുള്ള മൂലകങ്ങളാണ്. 4-ാം പീരീഡിലാണെങ്കിൽ പൊട്ടാസ്യം മുതൽ ക്രിപ്റ്റോൺ വരെയുള്ള 18 മൂലകങ്ങൾ. 5-ാം പീരീഡിൽ റുബീഡിയം മുതൽ സിനോൺ വരെയുള്ള 18 മൂലകങ്ങൾ. 6-ാമത്തെ പീരീഡിലാണെങ്കിൽ സീഷ്യം മുതൽ റഡോൺ വരെയുള്ള 32 മൂലകങ്ങളാണുള്ളത്. 7-ാം പീരീഡിലാണെങ്കിൽ ഫ്രാൻസിയം മുതൽ ഓഗ്നസോൺ വരെയുള്ള 32 മൂലകങ്ങളുണ്ട്. അതിൽ ഈ 7-ാം പീരീഡ് എന്ന് പറയുന്ന പീരീഡ് ഒരു ഇൻകംപ്ലീറ്റ് പീരീഡാണ്. ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെടുന്ന എല്ലാ മൂലകങ്ങളും 7-ാം പീരീഡിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ 6-ാം പീരീഡും ഏകദേശം കംപ്ലീറ്റ് അല്ല, എന്നാലും 7-ആണ് ഒട്ടും കംപ്ലീറ്റ് അല്ലാത്ത ഒരു പീരീഡ്. ഇനി നമുക്ക് പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ 4 ബ്ലോക്കുകളായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് ബ്ലോക്ക് S ആണ്, പിന്നെ P, D, F, അങ്ങനെ 4 ഗ്രൂപ്പാണുള്ളത്. ആദ്യത്തെ 2 ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഉൾപ്പെടുന്നതാണ് S ബ്ലോക്ക്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പും, അതായത് ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണ് ഈ S ബ്ലോക്കിൽ വരുന്നത്. ഇതിന്റെ അവസാനത്തെ ഇലക്ട്രോൺ
വന്നു ചേരുന്നത് എസിലായിരിക്കും. ഇനി 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഉൾപ്പെടുന്നതാണ് പി ബ്ലോക്ക്. ഈ മൂലകങ്ങളുടെ അവസാനത്തെ ഇലക്ട്രോൺ എത്തിച്ചേരുന്നത് പി സബ് ഷെല്ലിൽ ആയിരിക്കും. ഇനി എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും മൂലകങ്ങളെ ഒരുമിച്ച് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും മൂലകങ്ങളെ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ 2 ബ്ലോക്കിലെയും മൂലകങ്ങൾ ലോഹങ്ങളാണ്. അപ്പോൾ അവ മിക്കവാറും എല്ലാ രാസപ്രവർത്തനത്തിലും പങ്കെടുക്കുകയും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന മൂലകങ്ങളാണ് എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും മൂലകങ്ങൾ വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവയെ നമ്മൾ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയാനായിട്ട് കാരണം. ഇനി ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും അതിൻ്റെ അറ്റോമിക നമ്പർ കൂടി വരുന്നത് കൊണ്ട് തന്നെ മൂലകങ്ങളുടെ സൈസ് കൂടി വരികയാണ് ചെയ്യുക. പീരിയഡിലാണെങ്കിൽ സൈസ് കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഇനി 3 മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി സബ് ഷെല്ലിൽ ആയിരിക്കും. ഒരു ഡി സബ് ഷെല്ലിൽ മൊത്തം 10 ഇലക്ട്രോൺസിനെയാണ് അതിന് അറേഞ്ച് ചെയ്യാൻ പറ്റുക. ഇനി ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം തന്നെ ലോഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. ട്രാൻസിഷൻ മെറ്റൽസ്, സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നു. ഇനി ഈ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുവിധം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ലോഹങ്ങളും ഇതിൽ വരുന്നതാണ്. അതായത് സ്വർണം, വെള്ളി, പിന്നെ ചെമ്പ്, സിങ്ക്, കോപ്പർ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ലോഹങ്ങളും തന്നെ ഏകദേശം ഈ സംക്രമണ മൂലകങ്ങളിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ്. സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംക്രമണ മൂലകങ്ങൾ എപ്പോഴും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നവയാണ്. ഒരു ഓക്സീകരണാവസ്ഥയല്ല കാണിക്കുക. ഇപ്പം മാംഗനീസൊക്കെ ആണെങ്കിൽ +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. ഇനി ഇവയാണെങ്കിൽ നിറമുള്ള സംയുക്തങ്ങൾ നിർമ്മിക്കും. ഇപ്പോൾ കോപ്പർ സൾഫേറ്റ് തന്നെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റും അതുപോലെ തന്നെ ബ്ലൂ ആയിട്ടുള്ള കോമ്പൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാ മൂലകങ്ങളും അങ്ങനെ തന്നെയാണ്. വൈറ്റും ഉണ്ടാവും, കളർ ഉള്ള ഏതെങ്കിലും സംയുക്തങ്ങളുണ്ടാവും. അപ്പം അതിൻ്റെ ഓക്സീകരണാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഇവ പുതിയ കളേർഡ് ആയിട്ടുള്ള മൂലകങ്ങൾ ഉണ്ടാവും. സാധാരണയായിട്ട് പെയർ ആയിരിക്കുമ്പോൾ അത് കളറില്ലാത്തതാണ് ഉണ്ടാവുക. പെയർ സിംഗിളായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് എപ്പോഴും കളറുള്ള സംയുക്തങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ഇലക്ട്രോണുകൾ എഫ് സബ് ഷെല്ലിൽ വരുന്ന മൂലകങ്ങളാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. അത് ലന്ധാനത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളുണ്ട്. അവയെ നമ്മൾ ലാന്തനൈഡുകൾ എന്ന് പറയും. അതുപോലെ തന്നെ ആക്ടിനിയത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളുണ്ട്. അവയെ നമ്മൾ ആക്ടിനൈഡ്സ് എന്നും പറയും. ഇതിൽ ലാന്തനൈഡ്സിൻ്റെ എല്ലാം അവസാന ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് 4f സബ് ഷെല്ലിലായിരിക്കും. ആക്ടിനൈഡ്സിൻ്റെ എല്ലാം ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് 5f സബ് ഷെല്ലിൽ ആയിരിക്കും. ഇനി ഈ ലാന്തനൈഡുകളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആക്ടിനൈഡുകളിലേക്ക് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. 6ാമത്തെ പീരീഡിലും 7ാമത്തെ പീരീഡിലുമുള്ള മൂലകങ്ങളാണ്. ഇനി ആൽക്കലി ലോഹങ്ങളാണ് അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഇത്രയുമാണ്. ഇതെല്ലാം ലോഹങ്ങളാണ്. ഈ മൂലകങ്ങളെല്ലാം തന്നെ ലോഹങ്ങളാണ്. ഇനി ഇതിന് ആൽക്കലി എന്ന പേര് വരാൻ കാരണം ഇത് ജലവുമായി ചേരുമ്പോൾ ആൽക്കലികൾ ഉണ്ടാക്കുന്നു, ബേസ് ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ്. ഇനി ഇതിൽ തന്നെ ഇവയെല്ലാം തന്നെ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണ് ഇതിൽ ലിഥിയം. അതുപോലെ തന്നെ ഈ ലോഹങ്ങളെല്ലാം തന്നെ സോഫ്റ്റ് ആയിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള മൂലകങ്ങളാണ്. നമുക്കിത് കത്തി കൊണ്ട് മുറിക്കാൻ വരെ സാധിക്കും. ഇപ്പൊ സോഡിയം ഒക്കെ ആണെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് മുറിക്കാൻ സാധിക്കും. ഇനി ഇത് ഭയങ്കര ഹൈലി റിയാക്റ്റീവ് ആണ്. ഇപ്പോൾ സോഡിയം ഒക്കെ തന്നെ നമ്മൾ പുറത്ത് തുറന്നു വെച്ചാൽ തന്നെ അത് ഇവാപ്പറേറ്റ് അതായത് വായുവിൽ തന്നെ അത് റിയാക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന മൂലകങ്ങളാണ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇത്രയാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ.
ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സൈഡും ഹൈഡ്രോക്സൈഡും ആൽക്കലി സ്വഭാവമുള്ളതാണ്, പക്ഷെ അത് കാണപ്പെടുന്നത് നമ്മുടെ ഭൗമോപരിതലത്തിലാണ്. സോ അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഭൂമിയിലാണ് ഇതെല്ലാം കാണപ്പെടുന്നത്. ഈ ഗ്രൂപ്പിലെ ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ലോഹമാണ് റേഡിയം. അത് റേഡിയോ ആക്റ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് നമ്മൾ ഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്, ബേരിയം ഓക്സൈഡ്. അപ്പൊ ഇതുപോലെയുള്ള എല്ലാ ലോഹങ്ങളിലെയും ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും നമുക്ക് ഭൗമോപരിതലത്തിൽ തന്നെ കാണപ്പെടാൻ സാധിക്കും. ഇനി ഈ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ നമുക്കറിയാം ഇവയും ഒരുവിധം തന്നെ നല്ല ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങളാണ്. ഇവയും ലോഹങ്ങളാണ്, അതുകൊണ്ട് തന്നെ രാസപ്രവർത്തനത്തിൽ എപ്പോഴും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നവയാണ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പാണ് ബോറോൺ. അതായത് അലുമിനിയം വരുന്ന ഗ്രൂപ്പ്. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, ന്യൂഹോണിയം ഇതൊക്കെയാണ് ബോറോൺ കുടുംബത്തിൽ വരുന്ന മൂലകങ്ങൾ. ബോറോൺ ഒരു ഉപലോഹമാണ്, പക്ഷെ ബാക്കിയെല്ലാം ലോഹങ്ങളാണ്. ഈ ഭൂവൽക്കലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് അലുമിനിയം. ബോറോൺ ഗ്ലാസ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ഒരു ലോഹമാണ് ഗാലിയം. പിന്നെ ഈ ബോറോൺ അതിന് മാത്രമല്ല, അല്ലാതെയും ഒരുപാട് നമുക്ക് മെഡിസിനൽ യൂസസിനും നമ്മൾ ബോറോൺ ഉപയോഗിക്കുന്നുണ്ട്. ബൊറാസിനൊക്കെ അതിൽ വരുന്ന കുറച്ച് ഇതാണ്. പിന്നെ നമ്മൾ കണ്ണിലൊക്കെ ഒഴിക്കുന്ന ബോറിക് ആസിഡ്, ഇതൊക്കെ ബോറോൺ വെച്ചിട്ടുള്ള അതിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുടുംബമാണ്, അതായത് കാർബൺ ഫാമിലി. കാർബൺ, സിലിക്കൺ, ജർമേനിയം, ടിൻ, ലെഡ്, ഫ്ലറോവിയം. ഇതിൽ നമുക്ക് കാർബൺ എന്താണെന്ന് നമുക്കറിയാം, കരി അല്ലെങ്കിൽ ചാർക്കോൾ എന്നറിയപ്പെടുന്നതാണ്. കാർബൺ ഇതൊരു അലോഹമാണ്, മിക്കതും ഇതിൽ അലോഹങ്ങളാണ്. പക്ഷെ ടിന്നും ലെഡൊക്കെ ലോഹമാണ്. ജർമേനിയം ഒരു ഉപലോഹമാണ് കേട്ടോ. ഇനി ഇതിൽ സിലിക്കൺ നമ്മൾ സോളാർ സെല്ല് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുള്ള, സ്ഥിരതയുള്ള ഐസോട്ടോപ്പുള്ള ഒരു മൂലകമാണ് ടിൻ എന്ന് പറയുന്നത്. 10 ഐസോട്ടോപ്പുകളാണ് ടിന്നിന് ഉള്ളത്. പിന്നെ ലെഡ് നമുക്കറിയാം, കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രോഗാവസ്ഥയുണ്ട്, പ്ലംബിസം എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാക്കുന്ന ഒരു ലോഹമാണ് ലെഡ്. സിലിക്കണും ജർമേനിയും ചിപ്പുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ തടയാനുള്ള കവചം നിർമ്മിക്കുന്നതിന് നമ്മൾ ലെഡ് ഉപയോഗിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നൈട്രജൻ ഫാമിലി. നൈട്രജൻ ഫാമിലിയിൽ എല്ലാം വരുന്ന മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം. അതിൽ നൈട്രജനും ഫോസ്ഫറസും അലോഹങ്ങളാണ്. ആന്റിമണിയും ആഴ്സനിക്കും ഉപലോഹങ്ങളാണ്. ബിസ്മത്ത് ഒരു ലോഹമാണ്. ഇതിൽ തീപ്പെട്ടി നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് വളരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ കത്തുന്ന ഒരു ലോഹമാണ്, ഒരു അലോഹമാണ്. ഫോസ്ഫറസ് തന്നെ 3-4 തരത്തിലുണ്ട്. കറുത്ത ഫോസ്ഫറസ്, വെളുത്ത ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്. അതിൽ തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് റെഡ് ഫോസ്ഫറസ് ആണ്. അതിൻ്റെ പല പല രൂപാന്തരങ്ങളാണിത്. ഇനി നൈട്രജൻ നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വാതകമാണ് നൈട്രജൻ. ദെൻ ഓക്സിജൻ കുടുംബം അടുത്തതാണ്. 16ാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ. ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെല്ലൂറിയം, പൊളോണിയം, ലിവർമോണിയം. ഇതാണ് ഈ ഗ്രൂപ്പ്. ഇതിനെ നമ്മൾ കാൽക്കോജൻസ് എന്നും പറയും. കാൽക്കോജൻസ് അയിരുകൾ ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന കാൽക്കോസ് എന്ന വാക്കിൽ നിന്നാണ് ചാൽക്കോജൻ എന്ന പേര്, കാൽക്കോജൻ അല്ലെങ്കിൽ ചാൽക്കോജൻ എന്ന പേര് വന്നത്. ഇനി അടുത്ത ഈ ഓക്സിജൻ കുടുംബത്തിൽ നമുക്കറിയാം, ഓക്സിജൻ നമ്മൾ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. കത്തുന്ന വാതകം ഹൈഡ്രജനാണ്, കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. പിന്നെ സൾഫർ ഒരു അലോഹമാണ്, മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഒരു അലോഹമാണ് സൾഫർ നമ്മൾ ഇതുപോലെ തന്നെ തീപ്പെട്ടി നിർമ്മിക്കാനായിട്ട്, തീപ്പെട്ടിയുടെ രാസവസ്തു നിർമ്മിക്കുന്നതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി 17ാമത്തെ ഗ്രൂപ്പാണ് ഹാലോജൻസ്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റിൻ, ടെന്നീസിൻ. ഇതൊക്കെയാണ്
17ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഇവയുടെ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിനെ എപ്പോഴും സ്വീകരിക്കുകയാണ് ചെയ്യുക. ഇതിൽ തന്നെ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയിട്ടുള്ള മൂലകമാണ് ഫ്ലോറിൻ. ഏറ്റവും ചെറിയ ആറ്റവും കൂടിയാണ് ഫ്ലോറിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലോറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലാണ്. 3.4 സംതിങ് ആണ് ഈ ഫ്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് പോളിംഗ് സ്കെയിൽ വെച്ചിട്ടാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിച്ചിട്ടുള്ള സ്കെയിൽ കണ്ടുപിടിച്ചിരുന്നത് ലീനസ് പോളിംഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ഇനി ഈ അവസാനത്തെ ഗ്രൂപ്പാണ് അലസവാതകങ്ങൾ, അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ്, അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ പറയും. ഇതിലുള്ള എല്ലാ മൂലകങ്ങൾക്കും സ്ഥിരത കൈവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ആദ്യം വരുന്ന ഹീലിയം ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷെ അതിന് സ്ഥിരതയുണ്ട്. ദെൻ ഹീലിയം, ആർഗൺ, നിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓഗ്നസോൺ ഇതൊക്കെയാണ് മൂലകങ്ങൾ. ഇവയുടെ പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണാണ് ബാക്കിയല്ലാതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് സ്ഥിരത കൂടുതലായിരിക്കും. പിന്നെ ഈ അലസവാതകങ്ങൾക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഹീലിയൊക്കെ ആണെങ്കിൽ സൂര്യനിലുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകമാണ് ഹീലിയം. ഹൈഡ്രജൻ തമ്മിൽ കൂടിച്ചേർന്ന് ഹീലിയം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നുള്ള എനർജി കിട്ടുന്നത്. അപ്പോൾ കുറേ ആവശ്യങ്ങൾക്ക് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. കാലാവസ്ഥ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന അലസവാതകമാണ് ഹീലിയം. ഡിസ്ചാർജ് ലാമ്പിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്നത് നിയോണാണ്. ഫിലമെന്റ് ബൾബ് ബാഷ്പീകരിച്ച് പോകാതിരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ആർഗൺ. റേഡിയോ ആക്ടിവിറ്റിയുള്ള അലസവാതകം റാഡോൺ ആണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന ഒരു അലസവാതകമാണ് ഈ റാഡോൺ എന്ന് പറയുന്ന വാതകം. ഇനി ഇതല്ലാതെയും നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് അലസവാതകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഇത്രയും മൂലകങ്ങളുള്ളതിൽ ഇവ സെനോണൊക്കെയാണ് കുറച്ച് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അത് ചില ഒരു പ്രത്യേക കണ്ടീഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൽ നിന്നുള്ള കോമ്പൗണ്ട്സ് കിട്ടുന്നത്. പിന്നെ ഹീലിയവും ഒക്കെ സ്ഥിരതയുള്ളത് കൊണ്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് കുറവാണ്. എന്നാലും നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ് ഒക്കെ അത് ഫോം ചെയ്യും. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ലീനസ് പോളിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ സ്കെയിലിനെ പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്നു. ഇനി അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സീഷ്യം. അറ്റോമിക് ക്ലോക്കാണ് കേട്ടോ, ബ്ലോക്കല്ല. ഇനി മൊബൈൽ ഫോൺ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് ലിഥിയം. ക്ലോറോഫില്ലിൽ അടങ്ങിയിട്ടുള്ള ഒരു ലോഹമാണ് മഗ്നീഷ്യം. അപ്പം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇതുപോലെയുള്ള എപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗോയിറ്റർ. നമുക്ക് ഈ അയഡിൻ സാധാരണ കടൽ മത്സ്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. അതിൽ തന്നെ കടൽ പായലിലാണ് ഏറ്റവും കൂടുതൽ അയഡിൻ ഉള്ളത്. ഇനി ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ മൂലകം എന്ന് പറയുന്നത് ഓഗനസോൺ ആണ്. ഇതിനൊട്ടും സ്ഥിരതയില്ലാത്ത ഒരു മൂലകമാണ് ഈ ഓഗനസോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഇതിൽ സ്ഥിരതയുണ്ട്, പക്ഷെ നമ്മുടെ അന്തരീക്ഷത്തിലൊന്നും ഇത് കാണാൻ പറ്റില്ല. ഇനി 100ാമത്തെ മൂലകം എന്ന് പറയുന്നത് ഫെർമിയാണ്. ഫെർമിയത്തിൻ്റെ അറ്റോമിക നമ്പറാണ് 100 എന്ന് പറയുന്നത്. അപ്പം 100ന് ശേഷമുള്ള മിക്ക മൂലകങ്ങളുടെയും അറ്റോമിക നമ്പർ പഠിച്ചു വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതങ്ങനെ ചോദിച്ച് കാണാറുണ്ട്. ഇനി മൂലകങ്ങളുടെ കുറച്ച് അപരനാമങ്ങളാണ്. കറുത്തിയം എന്നറിയപ്പെടുന്നത് ലെഡാണ്. വെളുത്തിയം ടിന്ന്. നാഗം എന്നറിയപ്പെടുന്നത് സിങ്ക്. ക്വിക്ക് സിൽവർ മെർക്കുറി. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം തന്നെയാണ്. ഇനി പ്രതീക്ഷയുടെ ലോഹം എന്നറിയപ്പെടുന്നത് യുറേനിയാണ്. യുറേനിയത്തിൽ തന്നെ സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235 ആണ്. നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന സമ്പുഷ്ട മൂലകം. ഇനി റേഡിയോ ആക്റ്റീവിൻ്റെ ട്രേസറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൂലകം
ടെക്നീഷ്യാണ്. കടൽ പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിനാണ്. ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്ന മൂലകം സൾഫറാണ്. സൾഫറിന് വേറൊരു പേരും കൂടിയുണ്ട്, ഗന്ധകം. ഗന്ധകം എന്നറിയപ്പെടുന്ന മൂലകവും സൾഫർ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി ഈ എക്സാമിന് നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് വീതം പഠിച്ച് ഓരോ ടോപ്പിക്കും ഓരോ ദിവസം കവർ ചെയ്ത് പോവുകയാണെങ്കിലാണ് നമുക്ക് ആ സിലബസ് ഒരുവിധം മൊത്തം കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും എല്ലാ ദിവസവും വീഡിയോ കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പം ഞാനും ഇപ്പോൾ ഈ എക്സാമിൻ്റെ കൺഫർമേഷൻ്റെ തീയതി വന്നല്ലോ, അപ്പം അതുകൊണ്ട് ഇപ്പോൾ കൺഫർമേഷനൊക്കെ കൊടുത്ത് എക്സാമിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ കുറച്ച് സമയം എല്ലാ ദിവസവും പഠിക്കാനായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠിപ്പൊക്കെ കുറച്ച് നടക്കും. അതിൻ്റെ ഒപ്പം മറ്റു കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യുക. എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ എല്ലാ ദിവസവും പഠിക്കണത് ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് നോക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം.